The President has proclaimed emergency. This is nothing to panic about. राष्ट्रपति जी ने आपातकाल की घोषणा की है। इससे आतंकित होने का कोई कारण नहीं है। 1975 അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായാണ് ആ 19 മാസങ്ങൾ കരുതപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് 10 മലയാളം 1975 അടിയന്തരാവസ്ഥയുടെ അപരിചിതമായ ഇരുണ്ട രഹസ്യങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം ആരംഭിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് 4 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1971 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്താണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാലത്ത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നും ധനികരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക സമത്വം ഇല്ലാതാക്കുമെന്നും ഇന്ദിര എന്ന ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്കു മുന്നിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ 518 സീറ്റിൽ 352 സീറ്റുകളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ വിജയിപ്പിച്ചു. ആ വിജയത്തോടെ കോൺഗ്രസിനുള്ളിൽ ഇന്ദിരയുടെ സ്ഥാനം ഏറ്റവും ഉന്നതിയിലെത്തി. 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധവിജയം കൂടി ആയതോടെ ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി. 1972 മാർച്ചിൽ UP, തമിഴ്നാട്, കേരളം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിലൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. അതോടെ കോൺഗ്രസിന്റെയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും മുഴുവൻ പവറും ഇന്ദിരയുടെ കൈകളിലെത്തി. ആ കാലത്ത് ഇന്ദിരയെ മോഡേൺ ഡേ ദുർഗ എന്നും ശക്തിയുടെ അവതാരം എന്നുമൊക്കെ വിശേഷിപ്പിച്ചിരുന്ന തലത്തിൽ അവരുടെ പോപ്പുലാരിറ്റിയും പവറും വർദ്ധിച്ചു. എന്നാൽ ഇന്ദിരയുടെ വർദ്ധിച്ചു വന്ന പോപ്പുലാരിറ്റി മറ്റൊന്നിനു വഴിയൊരുക്കി. രാജ്യത്തെ ജനങ്ങൾ ഇന്ദിരയിൽ അമിതമായ പ്രതീക്ഷ അർപ്പിച്ചു തുടങ്ങി. ഇന്ദിര നൽകിയ വാഗ്ദാനങ്ങൾ നാൾക്കുനാൾ ജനങ്ങളുടെ പ്രതീക്ഷയുടെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഇന്ദിരാ ഗവൺമെന്റ് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യ വിതരണം, ചെറുകിട കർഷകർക്ക് ലോണും സബ്സിഡിയും, ചെറുകിട വ്യവസായങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും പാവപ്പെട്ട കർഷകർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ചെറുഗ്രാമങ്ങളിൽ പോലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതൊന്നും കാര്യമായ ഫലപ്രാപ്തി ഉണ്ടാക്കിയില്ല. ദരിദ്രരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ മധ്യവർഗത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തുയരാനോ അവയ്ക്കായില്ല. അതോടെ ഗരീബി ഹട്ടാവോ എന്നത് വെറുമൊരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മാത്രമായി ആളുകൾ കാണുവാൻ തുടങ്ങി. പക്ഷേ അതിനെല്ലാം ഇന്ദിരാ ഗവൺമെന്റിന്റെ പിടിപ്പുകേടിനേക്കാൾ ആ ഗവൺമെന്റിന്റെ ദൗർഭാഗ്യമായിരുന്നു എന്നതാണ് വാസ്തവം. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ഒരു വലിയ തുക പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഗവൺമെന്റിന് ചെലവാക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന 1 കോടിയോളം അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഇന്ത്യൻ ഗവൺമെന്റിന് ധാരാളം പണവും ഭക്ഷ്യധാന്യങ്ങളും ചെലവാക്കേണ്ടി വന്നു. കൂനിന്മേൽ കുരു എന്ന പോലെ 1972-73 കാലഘട്ടത്തിൽ നേരിട്ട കടുത്ത വരൾച്ച ഇന്ത്യൻ കാർഷിക മേഖലയെ തകർത്തതോടെ ഗവൺമെന്റ് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടും രാജ്യത്തെ ക്ഷാമത്തിന് ഒരു കുറവുമുണ്ടായില്ല. അതോടെ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുതിച്ചുയർന്നു. അത് മുതലെടുത്ത് ചിലർ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമൊക്കെ ആരംഭിച്ചതോടെ വില വീണ്ടും കൂടുകയും അത് ജനങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തു. 1973 ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുറയ്ക്കുവാൻ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ തീരുമാനിച്ചതോടെ ഉണ്ടായ ഓയിൽ ഷോക്ക്, രാസവളം ഉൾപ്പെടെയുള്ള പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിച്ചതും കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു. ഇവയെല്ലാം മൂലം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സാഹചര്യം വളരെ മോശമായി. 1974 വിലക്കയറ്റം 30% എത്തി. അതിനെല്ലാം പുറമെ രാജ്യത്ത് അഴിമതി അരങ്ങ് തകർത്തു തുടങ്ങി. ചെറിയ കാര്യങ്ങൾ നടത്തുന്നതിന് പോലും കൈക്കൂലി നൽകേണ്ട അവസ്ഥയിൽ ഗവൺമെന്റ് പദ്ധതികളൊക്കെ സാധാരണക്കാരിലേക്ക് എത്താതെ പോയി. അഴിമതി വിവാദത്തിൽ ഇന്ദിരയും മകൻ സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെടുകയും ചെയ്തു. സഞ്ജയ് ഗാന്ധിക്ക് മാരുതി കാർ ഫാക്ടറി അനുവദിച്ചതിലായിരുന്നു അഴിമതി ആരോപണം. മാധ്യമങ്ങളും പ്രതിപക്ഷവും അത് ഏറ്റെടുത്തതോടെ ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലാരിറ്റിയിൽ വളരെ ഇടിവ് സംഭവിച്ചു. രാജ്യത്തിന്റെ അവസ്ഥ മോശമായതോടെ ജനങ്ങളുടെ പ്രതിഷേധം പുറത്തുവരാൻ തുടങ്ങി. 1972 1974 രാജ്യത്താകമാനം നിരവധി വ്യാവസായിക പ്രതിസന്ധികളും സമരങ്ങളും ധർണകളും അരങ്ങേറി. അവയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 1974 മെയ്യിൽ നടന്ന റെയിൽവേ സമരം. മികച്ച ശമ്പളവും തൊഴിൽ സാഹചര്യവും ആവശ്യപ്പെട്ട് 17 ലക്ഷത്തോളം തൊഴിലാളികളാണ് അന്ന് 22 ദിവസത്തോളം സമരം ചെയ്തത്.
എന്നാൽ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈ സമരത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് ആയിരക്കണക്കിന് തൊഴിലാളികളെ ജയിലിലടച്ചു. രാജ്യത്തെ സമരങ്ങളെ സമാധാനപരമായി പരിഹരിക്കാൻ ഇന്ദിരാ ഗവൺമെന്റിന് കഴിയാതെ വന്നു. കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിഷേധങ്ങൾ പലപ്പോഴും പോലീസ്, പാരാമിലിറ്ററി, പട്ടാളം എന്നിവയുടെ സഹായത്തോടെ അടിച്ചമർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ ഇന്ദിരയുടെ പ്രതിച്ഛായ ജനങ്ങൾക്കിടയിൽ കൂടുതൽ തകർക്കുന്നതിന് കാരണമായി. 1973 ഡിസംബറിൽ ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ കോളേജ് ഹോസ്റ്റൽ ഫീസ്, മെസ് ചാർജ് എന്നിവ ഒറ്റയടിക്ക് 40% വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെയും എണ്ണയുടെയും വില ഒരു വർഷത്തിനിടയിൽ 100% വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. അതിനെതിരെ ഗുജറാത്തിലെ LD എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും കോളേജ് ക്യാന്റീൻ തീവെക്കുകയും ചെയ്തു. അധികം വൈകാതെ ആ പ്രതിഷേധം ഗുജറാത്ത് മുഴുവൻ ആളിപ്പടരുകയും കല്ലേറും പൊതുമുതൽ നശിപ്പിക്കലും ഉൾപ്പെടെ അക്രമാസക്തമാകുകയും ചെയ്തു. അധികം വൈകാതെ ഹോസ്റ്റൽ ഫീസ് വർധനവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം വിലക്കയറ്റത്തിനും അഴിമതിക്കെതിരെയുമായി തിരിയുകയും അവരുടെ ലക്ഷ്യം അപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേലിനെ രാജിവെപ്പിച്ച് ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കുക എന്നതുമായി മാറി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ പല കോൺഗ്രസ് MLPമാരെയും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും അവരുടെ വീടും കാറുമൊക്കെ അഗ്നിക്കിരയാക്കിയും പൊതുയിടങ്ങളിൽ നാണം കെടുത്തിയും രാജിവെപ്പിച്ചു. 40ഓളം MLAമാരാണ് ഇത്തരത്തിൽ ഭീഷണിക്കും ആക്രമണത്തിനും വഴങ്ങി രാജിവെച്ചത്. ഗുജറാത്തിലെ പ്രതിഷേധവും ഈ പ്രതിഷേധ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചു. മൊറാർജി ദേശായി ആയിരുന്നു ആ പ്രതിപക്ഷ നിരയിലെ പ്രമുഖൻ. ഏകദേശം 3 മാസത്തോളം പ്രതിഷേധം തുടർന്നിട്ടും ഗുജറാത്തിലെ സർക്കാർ പിരിച്ചുവിടാൻ ഇന്ദിര തയ്യാറായില്ല. ഒടുവിൽ 1974 മാർച്ച് 11 മൊറാർജി ദേശായി മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് ഇന്ദിര തോൽവി സമ്മതിക്കുകയും ഗുജറാത്ത് ഗവൺമെന്റ് പിരിച്ചുവിടുകയും ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. ഈ പ്രതിഷേധത്തിൽ ഏകദേശം 100 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും 8000-ലധികം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലെ പ്രതിഷേധ സമരത്തിന്റെ വിജയത്തിൽ നിന്നും ആവേശം കൊണ്ട് 1974 മാർച്ചിൽ ബീഹാറിലും പ്രതിഷേധങ്ങൾ മുളപൊട്ടി തുടങ്ങി. ഗുജറാത്തിനേക്കാൾ വളരെയധികം സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലായിരുന്ന ബീഹാറിൽ അഴിമതിയും കാസ്റ്റിസവും നെപ്പോട്ടിസവുമൊക്കെ വളരെയധികം ഗുരുതരാവസ്ഥയിലായിരുന്നു. ബീഹാറിലും വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ ആ പ്രതിഷേധം അക്രമാസക്തമാകുകയും ബീഹാറിൽ ആകമാനം ലഹളയും കൊള്ളിവെപ്പും നടമാടുകയും ചെയ്തു. ബീഹാറിലെ പ്രതിപക്ഷവും ഈ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ബീഹാറിലെ പ്രതിഷേധത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ജയപ്രകാശ് നാരായൺ പ്രതിഷേധത്തിന്റെ ഭാഗമായതോടെയാണ്. അതോടെ ബീഹാറിലെ പ്രതിഷേധം JP മൂവ്മെന്റ് എന്നറിയപ്പെടുവാൻ ആരംഭിച്ചു. ജനാധിപത്യം, വിദ്യാഭ്യാസം, അഴിമതി തുടങ്ങിയ എല്ലാ മേഖലയിലും സമുന്നതമായ മാറ്റം ലക്ഷ്യം വെച്ചുള്ള ടോട്ടൽ റെവല്യൂഷൻ എന്ന ആശയം JP തന്റെ അനുയായികൾക്ക് മുന്നിൽ വെച്ചു. ആ ലക്ഷ്യം നേടാൻ സമാധാനപരമായി സമരം ചെയ്യാനാണ് JP ആവശ്യപ്പെട്ടതെങ്കിലും അധികം വൈകാതെ ആ പ്രതിഷേധങ്ങളെല്ലാം അക്രമാസക്തമാകുകയും ടോട്ടൽ റെവല്യൂഷൻ എന്ന ലക്ഷ്യത്തിൽ നിന്നും ബീഹാറിലെ കോൺഗ്രസ് ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നതായി മാറി. പക്ഷെ ഇത്തവണ ഇന്ദിര പ്രതിഷേധക്കാരുടെ മുന്നിൽ തോൽക്കാൻ തയ്യാറായില്ല. ഗുജറാത്തിലെ പോലെ ബീഹാറിലും തോൽവി സമ്മതിച്ചാൽ രാജ്യത്തെ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായേക്കാം എന്ന് ഇന്ദിര മനസ്സിലാക്കിയിരുന്നു. അതേസമയം ബീഹാർ ഗവൺമെന്റ് ഇന്ദിര ഒരിക്കലും പിരിച്ചുവിടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ JP രാജ്യം മുഴുവൻ തന്റെ ആശയം പ്രചരിപ്പിച്ച് ഒരു ദേശീയ മുന്നേറ്റമായി മാറ്റാൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. 1974 അവസാനത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുകയും ബീഹാറിൽ പോലും JPയുടെ മുന്നേറ്റം തണുത്തു തുടങ്ങുകയും ചെയ്തു. ആ അവസരത്തിൽ തന്റെ അഭ്യുതകാംക്ഷികളുടെ നിർദ്ദേശമനുസരിച്ച് JP ഇന്ദിരയുമായി ഒരു മുഖാമുഖ ഒത്തുതീർപ്പിന് ശ്രമിച്ചു. JPയുടെ പ്രശസ്തിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കോൺഗ്രസിലെ പല നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇന്ദിരയ്ക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒടുവിൽ 1974 ആ ചർച്ച നടന്നു. പക്ഷേ അത് സമ്പൂർണ്ണ പരാജയമായി മാറി. ബീഹാർ സർക്കാരിനെ പിരിച്ചുവിട്ടാൽ JP മുന്നേറ്റം ബീഹാറിൽ മാത്രമാക്കി ഒതുക്കി നിർത്താമെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പോലും സർക്കാർ പിരിച്ചുവിടാനുള്ള ആവശ്യമുയരുകയില്ല എന്നുമുള്ള JPയുടെ പ്രസ്താവനകൾ ഇന്ദിര പാടെ തള്ളുകയും അവർ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടുതൽ രൂക്ഷമാകുകയും ചെയ്തു. അതോടെ JP മൂവ്മെന്റിനെ ഇന്ദിര ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി ഏറ്റെടുത്തു. JP ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഇന്ദിര പരസ്യമായി പ്രസ്താവന നടത്തി. അതോടൊപ്പം കഴിയുമെങ്കിൽ
1976 നടക്കാനിരിക്കുന്ന അടുത്ത ഇലക്ഷനിൽ തനിക്കെതിരെ മത്സരിക്കാൻ ഇന്ദിര ജെ.പിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളി സ്വീകരിച്ച ജെ.പി ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലെ എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിച്ചു. അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് ഇന്ദിരയെ പരാജയപ്പെടുത്താൻ ജെ.പി വീണ്ടും രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരം രാജ്യത്തുടനീളം പ്രചരിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഒരു വിപ്ലവമായി ചിത്രീകരിക്കാനാണ് ജെ.പി ശ്രമിച്ചത്. പക്ഷെ ജെ.പിയുടെ ആ ശ്രമങ്ങൾ എല്ലാം ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമായി ഒതുങ്ങി. 1975 മധ്യത്തോടെ പ്രതിഷേധങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ രണ്ട് പക്ഷവും അടുത്ത 6 മുതൽ 8 മാസങ്ങൾക്ക് ശേഷം വരുന്ന ഇലക്ഷനു വേണ്ടി മാനസികമായി തയ്യാറെടുത്തു തുടങ്ങി. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ജാതകത്തിൽ മറ്റൊന്നായിരുന്നു എഴുതിയിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ 1971 തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി അലഹബാദ് കോടതി 1975 ജൂൺ 12 വിധി പ്രഖ്യാപിച്ചപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു വൻ വഴിത്തിരിവായിരിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ അലഹബാദിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട രാജ് നാരായൺ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇന്ദിര കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ദിരയുടെ മേൽ രാജ് നാരായൺ ആരോപിച്ച കൈക്കൂലി, അമിതമായ തെരഞ്ഞെടുപ്പ് ചെലവ്, മതപരമായ ചിഹ്നങ്ങളുടെ ദുരുപയോഗം തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളൊക്കെ തള്ളിയ അലഹബാദ് കോടതി പൊതുവെ വളരെ ദുർബലമെന്ന് കരുതപ്പെടുന്ന 2 കാരണങ്ങൾക്ക് കുറ്റക്കാരിയായി വിധിക്കുകയും ചെയ്തു. അതിൽ ആദ്യത്തേത് സർക്കാർ സർവീസിലുള്ള യശ്പാൽ കപൂർ എന്ന വ്യക്തിയുടെ സേവനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതായിരുന്നു. സത്യത്തിൽ യശ്പാൽ കപൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നേ തന്നെ തന്റെ പദവിയിൽ നിന്നും രാജിവെച്ചിരുന്നു. പക്ഷേ ആ രാജി രാഷ്ട്രപതി സ്വീകരിച്ചിരുന്നില്ല. രണ്ടാമത്തേത് പോലീസിനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള സ്റ്റേജും വൈദ്യുതിയും സജ്ജീകരിച്ചു എന്നതായിരുന്നു. ഈ 2 കാര്യങ്ങളും ഒരു പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമാണ് എന്ന് വളരെ ലഘുവായി കരുതാൻ സാധിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ പേരിൽ പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് നീതികേടാണ് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടത്. പക്ഷേ കോടതി വിധി പുറത്തു വന്നതോടെ ഇന്ദിരയ്ക്ക് 6 വർഷത്തേക്കെങ്കിലും ഭരണപരമായ സ്ഥാനങ്ങൾ അലങ്കരിക്കാനോ ഇലക്ഷനിൽ മത്സരിക്കാനോ സാധിക്കില്ല എന്ന അവസ്ഥ സംജാതമായി. അതായത് ഇന്ദിര പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ എന്ന അവസ്ഥയിലെത്തി. ഇന്ദിരയ്ക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാനും അതുപോലെ തന്നെ ഇന്ദിരയ്ക്ക് പകരം ഒരാളെ കണ്ടെത്തുവാനും 20 ദിവസങ്ങൾക്ക് കോടതി വിധിക്ക് സ്റ്റേ ഓർഡർ നൽകി. കോടതി വിധിക്ക് പിന്നാലെ രാജിക്കൊരുങ്ങിയ ഇന്ദിരയെ കോൺഗ്രസിലെ സഹപ്രവർത്തകരും നിയമവിദഗ്ധരും വിധിക്കാധാരമായ കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കില്ല എന്നും സുപ്രീം കോടതി കീഴ്ക്കോടതി വിധി റദ്ദാക്കുമെന്നും പറഞ്ഞ് ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. രാജിവെക്കണ്ട എന്ന് മകൻ സഞ്ജയ് ഗാന്ധി കൂടി സമ്മർദ്ദം ചെലുത്തിയതോടെ ഇന്ദിര പ്രധാനമന്ത്രി പദവി രാജിവെക്കാതെ സുപ്രീം കോടതിയെ സമീപിച്ചു. അതോടൊപ്പം മറ്റൊരു വലിയ തിരിച്ചടി കൂടി ജൂൺ 12 ഇന്ദിരയ്ക്ക് നേരിടേണ്ടി വന്നു. 1975 ജൂൺ 12 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരികയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഫ്രണ്ട് കോൺഗ്രസിനെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. തണുത്താറി തുടങ്ങിയ ജെ.പി മൂവ്മെന്റിന് അലഹബാദ് കോടതി വിധിയും ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലവും പുതുജീവൻ നൽകി. അതോടെ ഇന്ദിരയുടെ അപ്പീലിനുള്ള സുപ്രീം കോടതി വിധിയോ അല്ലെങ്കിൽ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് വരെയോ കാത്തുനിൽക്കാതെ 1975 ജൂൺ 22 ജൻസംഘ്, BLD, SSP തുടങ്ങിയ നിരവധി പാർട്ടികൾ അടങ്ങുന്ന പ്രതിപക്ഷ നിര ഇന്ദിരയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭം പ്ലാൻ ചെയ്തു. ആ പ്രക്ഷോഭം നയിക്കാൻ നേതൃത്വ നിരയിലേക്കെത്തിയത് ജെ.പി ആയിരുന്നു. ഇന്ദിരയ്ക്കെതിരായ പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തി പ്രാപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ ഇന്ദിരയ്ക്കെതിരെ ശബ്ദമുയർന്നു തുടങ്ങി. പല യുവ കോൺഗ്രസ് നേതാക്കളും ഇന്ദിരയ്ക്കെതിരായ കോടതി വിധിയെ രഹസ്യമായി സ്വാഗതം വരെ ചെയ്തു. ഇന്ദിര കോൺഗ്രസിനൊരു ബാധ്യതയാണെന്നും അവരെ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താക്കാൻ ശരിയായ സമയം ഇതാണെന്നും കരുതിയ ആളുകൾ വരെ കോൺഗ്രസിലുണ്ടായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ 1975 ജൂൺ 24 ഇന്ദിരയുടെ അപ്പീലിന്മേൽ സുപ്രീം കോടതി വിധി പറഞ്ഞതോടെ എല്ലാവരുടെയും അങ്കലാപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. അലഹബാദ് കോടതിയുടെ വിധിയെ പൂർണ്ണമായി സ്റ്റേ ചെയ്യാതെ ഒരു ഭാഗികമായ സ്റ്റേ ആണ് സുപ്രീം കോടതി അനുവദിച്ചത്. ആ വിധി പ്രകാരം ഇന്ദിരയ്ക്ക് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ പ്രധാനമന്ത്രി പദവിയിൽ തുടരാനും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യങ്ങൾ ചെയ്യുവാനും അനുവാദം ലഭിച്ചു. എന്നാൽ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാൻ ഇന്ദിരയ്ക്ക് അനുവാദം കോടതി നൽകിയില്ല. സുപ്രീം കോടതി വിധി വന്നതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ വിജയം ആഘോഷിക്കാൻ തുടങ്ങി. കോൺഗ്രസ് ഇന്ദിരയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ കോടതി അനുവദിച്ചത് വിജയമായി കോൺഗ്രസ് ആഘോഷിച്ചപ്പോൾ പ്രതിപക്ഷ നിര ഇന്ദിരയ്ക്ക് ലഭിച്ച ഭാഗികമായ സ്റ്റേ ഇന്ദിര തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന് കോടതി കരുതുന്നു എന്ന് ഉയർത്തിക്കാട്ടി. കോടതി വിധിയോടുകൂടി ഇന്ദിരയ്ക്കെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം പൂർവാധികം ശക്തിയാർജിച്ചു. ഇന്ദിരയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കുക, അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം.
1975 ജൂൺ 25 JPയും മൊറാർജി ദേശായിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചൊരു വലിയ ജാഥ സംഘടിപ്പിക്കുകയും ജൂൺ 29 മുതൽ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സിവിൽ നിയമലംഘനവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി നിയമങ്ങൾ ലംഘിക്കുക, റെയിൽവേ, കോടതികൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലായി പ്രതിഷേധക്കാർ പല ബാച്ചുകളായി എത്തി ധർണ നടത്തുക എന്നിവയായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇന്ദിര രാജിവെക്കാത്ത പക്ഷം ഒരാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും അവർ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതിക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ആളുകൾ സംഘടിച്ച് ധർണ നടത്തി ഇന്ദിരയെ അവിടെ നിന്ന് അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ മറ്റൊരു പ്ലാനിംഗ്. ജൂൺ 25 നടത്തിയ ഒരു പ്രസംഗത്തിൽ JP ഇന്ദിരയ്ക്ക് 4 ദിവസത്തിനുള്ളിൽ രാജിവെക്കുവാനുള്ള അന്ത്യശാസന നൽകി. ഇന്ദിര രാജിവെച്ചില്ല എങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് ഗവൺമെന്റിനെ അംഗീകരിക്കരുതെന്നും നികുതി നൽകരുതെന്നും അതിലൂടെ ഗവൺമെന്റിനെ നിഷ്ക്രിയമാക്കുമെന്നും ആഹ്വാനം ചെയ്യുമെന്ന് പറഞ്ഞ JP പട്ടാളം, പോലീസ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരോട് സർക്കാർ ഉത്തരവുകൾ പാലിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതേ ദിവസം വൈകുന്നേരം ഒരു അഭിമുഖത്തിൽ മൊറാർജി ദേശായി തങ്ങളുടെ ലക്ഷ്യം ഇന്ദിരയെ രാജിവെപ്പിക്കുക എന്നതാണെന്നും അതിനുവേണ്ടി എന്ത് വില കൊടുത്തും ഇന്ദിരയെ നിർബന്ധിതയാക്കും എന്നും പറഞ്ഞു. പ്രതിപക്ഷ സമരം, അലഹബാദ് കോടതി വിധി, കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര് എല്ലാം ഇന്ദിരയുടെ മുകളിൽ കരിനിഴലായി മാറിക്കഴിഞ്ഞിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ വീട് പ്രതിഷേധക്കാർ വളയുമെന്നും പട്ടാളം, പോലീസ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് സർക്കാരിനെതിരെ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും അതേ തുടർന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു സായുധ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമെന്നും ഇന്ദിര മനസ്സിലാക്കിയിരുന്നു. ആ ഒരു അവസ്ഥ ഒരിക്കലും വരാതിരിക്കാൻ മിന്നൽ വേഗത്തിൽ ഇന്ദിര 1975 ജൂൺ 25 ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം 1975 ജൂൺ 26 JP, മൊറാർജി ദേശായി, ചരൺ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിലൂടെ ഒറ്റയടിക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ ഇന്ദിര ചവിട്ടിയരച്ച് ഇല്ലാതാക്കി കളഞ്ഞു. അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, ലാലു യാദവ്, അരുൺ ജെയ്റ്റ്ലി, നിതീഷ് കുമാർ എന്നിവരുൾപ്പെടെ നിരവധി തൊഴിലാളി, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്നിവരെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും പല പ്രതിപക്ഷ നേതാക്കളും ഒളിവിൽ പോകുകയും അല്ലെങ്കിൽ വേഷം മാറി ജീവിക്കുകയും ചെയ്തു. ആ കാലയളവിൽ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും സുബ്രഹ്മണ്യൻ സ്വാമിയുമൊക്കെ സിഖുകാരായി വേഷം മാറിയാണ് അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം 1.10 ലക്ഷം ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. അവരിൽ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം നിരവധി കള്ളക്കടത്തുകാർ, കുഴൽപ്പണം ഇടപാടുകാർ, കരിഞ്ചന്തക്കാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. അറസ്റ്റ് ചെയ്തവരെ വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് ജയിലിൽ താമസിപ്പിച്ചിരുന്നത്. അവർ ഏത് ജയിലിലാണെന്നോ ഏത് കുറ്റത്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നോ എന്നുള്ള ഒരു വിവരവും പുറം ലോകത്തുള്ള ആരും അറിഞ്ഞിരുന്നില്ല. പത്രങ്ങൾക്ക് പോലും അത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അനുവാദമില്ലായിരുന്നു. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ ജയിലിൽ കുത്തി നിറച്ചും വളരെ ശോചനീയമായ അവസ്ഥയിലുമാണ് താമസിപ്പിച്ചിരുന്നത്. വളരെ കഠിനമായ സെൻസർഷിപ്പായിരുന്നു പത്രങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നത്. പത്രങ്ങളിൽ എന്ത് പ്രിന്റ് ചെയ്യാം, എന്ത് പ്രിന്റ് ചെയ്തുകൂടാ എന്നതിന്റെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ സെൻസർഷിപ്പ് ഓഫീസിൽ നിന്നും എല്ലാ പത്രമാധ്യമങ്ങൾക്കും ലഭിച്ചിരുന്നു. സർക്കാരിനെതിരെയുള്ള വാർത്തകളും ലേഖനങ്ങളുമൊക്കെ ആ സെൻസർഷിപ്പിൽ പുറം ലോകം കണ്ടില്ല. പാർലമെന്റ്, കോടതി നടപടികൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ പത്രങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സർക്കാരിന്റെ മുഖം മിനുക്കാൻ പത്രങ്ങളെ നല്ലതുപോലെ സർക്കാർ ഉപയോഗിക്കുകയും ചെയ്തു. ഇന്ദിരാ ഗവൺമെന്റിനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഔദ്യോഗിക പരസ്യങ്ങൾ നിരുപാധികം ലഭിക്കുമായിരുന്നു. അതിനു മുതരാത്ത ദി സ്റ്റേറ്റ്സ്മെൻ, ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ പത്രങ്ങൾക്ക് പരസ്യങ്ങൾ ലഭിക്കില്ലായിരുന്നു. അതോടൊപ്പം അവയിൽ ജോലി ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകരുടെ ലൈസൻസ് റദ്ദാക്കുക, പ്രസ്സിലെ വൈദ്യുതി കട്ട് ചെയ്യുക, ഉടമകളെ ഭീഷണിപ്പെടുത്തുക എന്നിവയൊക്കെ നടന്നു. ടെലിഫോണുകൾ ടാപ്പ് ചെയ്തും ഇൻകം ടാക്സ് റെയ്ഡുകൾ നടത്തിയും പ്രതിഷേധ സ്വരങ്ങൾ അടിച്ചമർത്താൻ സർക്കാർ പരമാവധി ശ്രമിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് വെറുമൊരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായി മാറി. പാർലമെന്റിലെ ചോദ്യോത്തര വേള നിർത്തലാക്കുകയും പ്രൈവറ്റ് മെമ്പർ ബിൽ അവതരിപ്പിക്കാനുള്ള അനുവാദം നൽകാതിരിക്കുകയും ചെയ്തു. അതുപോലെ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങൾ വരെ സെൻസർ ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് ഭരണത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും
ഒരെതിരാളി പിറക്കാതിരിക്കുവാൻ വേണ്ടി ഇന്ദിര കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ചെറിയ സംശയം പോലും തോന്നിയാൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. കോൺഗ്രസ് ഭരണത്തിന് കീഴിലല്ലാതിരുന്ന തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ വരെ ഇന്ദിര താഴെയിറക്കി. കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിലെ ജനാധിപത്യ സ്വഭാവവും ഏകദേശം നാമാവിശേഷമായിരുന്നു. പാർട്ടിയിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഇന്ദിരയ്ക്കെതിരെ ശബ്ദിക്കാൻ തന്നെ ഭയന്നിരുന്നു. അടിയന്തരാവസ്ഥ നിലവിൽ വന്നതോടെ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കാരണവും ബോധിപ്പിക്കാതെയും കോടതിക്ക് മുന്നിൽ ഹാജരാകാതെയും ആരെ വേണമെങ്കിലും ഗവൺമെന്റിന് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അടിയന്തരാവസ്ഥ നിലനിന്നിരുന്ന ആ 19 മാസക്കാലത്ത് ഇന്ദിരാ ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനയെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതവണ ഭേദഗതി ചെയ്തു. 1975 ജൂലൈയിൽ പാസാക്കിയ 38ാമത് ഭരണഘടനാ ഭേദഗതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനം അന്തിമമാണെന്നും ആ തീരുമാനത്തിനെതിരെ കോടതിയിൽ ജുഡീഷ്യൽ റിവ്യൂ ഫയൽ ചെയ്യാനാകില്ല എന്നുമുള്ള സുപ്രധാന മാറ്റം വരുത്തി. 1975 ഓഗസ്റ്റിൽ പാസാക്കിയ 39ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ ഒരു കോടതിയിലും ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ലോകസഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനെ കോടതി മുഖേന ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന വലിയ മാറ്റം ഇന്ദിരാ ഗവൺമെന്റ് നടപ്പിലാക്കി. അതുപോലെ തന്നെ 39ാമത് ഭേദഗതിയിലൂടെ ഒരു പാർലമെന്റ് അംഗത്തിനെ അയോഗ്യനാക്കുവാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമായി തീർന്നു. ഈ ഭേദഗതിയോടെ ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് കോടതിയിലുണ്ടായിരുന്ന കേസും അതുപോലെ ആ കേസിനെതിരെ സുപ്രീം കോടതിയിലുണ്ടായിരുന്ന അപ്പീലും ഒക്കെ റദ്ദായി. അതുപോലെ നിരവധി ഭരണഘടനാ ഭേദഗതികൾ ഇന്ദിരാ ഗവൺമെന്റ് നടപ്പിലാക്കി. അവയിൽ 1976 നവംബറിൽ പാസാക്കിയ 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും വിവാദപരമായ ഭേദഗതിയായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ വളരെയധികം ദുർബലമാക്കിയ ഒരു നീക്കമായിട്ടാണ് ഈ ഭരണഘടനാ ഭേദഗതിയെ കണക്കാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തും ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന് അധികാരം ലഭിച്ച ഈ ഭേദഗതിയിലൂടെ ഭരണഘടനാ ഭേദഗതികളും കേന്ദ്ര നിയമങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെയധികം പരിമിതപ്പെടുത്തി. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അത് മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നതാണെങ്കിൽ പോലും അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കാനുള്ള അധികാരം കോടതികളിൽ നിന്നും എടുത്തുകളഞ്ഞു. 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലേക്കും ആ സംസ്ഥാന സർക്കാരിന്റെ അനുവാദം ചോദിക്കാതെ ഇന്ത്യൻ സായുധ സേനയെ അയക്കുവാൻ കേന്ദ്ര സർക്കാരിന് ഈ ഭേദഗതിയിലൂടെ അധികാരവും ലഭിച്ചു. ഈ ഭേദഗതിയെ പ്രതിപക്ഷ നേതാക്കളും നിയമവിദഗ്ധരും ഉൾപ്പെടെ എല്ലാവരും എതിർത്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കി മാറ്റുവാനുള്ള ശ്രമമാണിതെന്നാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അത് അധികം ചലനങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. ഭൂരിഭാഗം ആളുകൾ അടിയന്തരാവസ്ഥയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. ഒന്നാമത്തേത്, അതുവരെ ഇന്ത്യൻ ജനത അടിയന്തരാവസ്ഥ എന്നത് എന്താണെന്ന് അതിനു മുൻപ് അനുഭവിച്ചിട്ടില്ല എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയുകയില്ലായിരുന്നു. അക്കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അതുപോലെ തന്നെ റേഡിയോ, പത്രം എന്നിവയ്ക്ക് കടുത്ത സെൻസർഷിപ്പും ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട സത്യങ്ങളെക്കുറിച്ച് അവരൊന്നും അറിഞ്ഞതേയില്ല. അതോടൊപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ പല കാലഘട്ടങ്ങളിലും ഈ പ്രഖ്യാപനം വെറും താൽക്കാലികം മാത്രമാണെന്ന് ഇന്ദിര പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ കരുതിയത് അധികം വൈകാതെ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിക്കുമെന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോകേണ്ടി വരുമെന്ന് പേടിച്ച് സർക്കാർ ജീവനക്കാർ കൃത്യസമയത്ത് ജോലിക്കെത്തി തുടങ്ങിയതും ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടിത്തുടങ്ങിയതും കള്ളക്കടത്തുകാരെയും ഹവാല പണമിടപാടുകാരെയും കരിഞ്ചന്തക്കാരെയും ഒക്കെ ഗവൺമെന്റ് ജയിലിൽ അടച്ചതുമൊക്കെ ജനങ്ങൾക്കിടയിൽ അടിയന്തരാവസ്ഥയ്ക്ക് പ്രീതി വർദ്ധിപ്പിച്ചു. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. 1976 ഏപ്രിൽ ആയപ്പോഴേക്കും ഇന്ദിരയുടെ മകനായ സഞ്ജയ് ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രമുഖനായി മാറിയിരുന്നു. ഇന്ദിരയോളം പവർഫുള്ളായി മാറിയ സഞ്ജയ് പാർട്ടിയിലെ ഒരു സമാന്തര അധികാര കേന്ദ്രമായി മാറിയിരുന്നു. ഗവൺമെന്റിന്റെ ഭാഗമല്ലായിരുന്നിട്ട് കൂടി സഞ്ജയ് ഗവൺമെന്റിന്റെ പല കാര്യങ്ങളിലും ഇടപെടുവാൻ തുടങ്ങിയിരുന്നു. സർക്കാരിന്റെയും കേന്ദ്ര ക്യാബിനറ്റിന്റെയും രഹസ്യ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഫയലുകൾ വരെ സഞ്ജയ് ഗാന്ധിക്ക് വിരൽത്തുമ്പിൽ ലഭ്യമായിരുന്നു. അതുപോലെ ഗവൺമെന്റിന്റെ പല നിർണായക തീരുമാനങ്ങൾ സ്വീകരിക്കാനുള്ള പ്രക്രിയയിലും സഞ്ജയ് പങ്കാളിയായിരുന്നു. ഇന്ദിര സഞ്ജയ് ഗാന്ധിയെ വളരെയധികം ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയ്ക്ക് എതിരെയുള്ള ഒരു വിമർശനം പോലും ഇന്ദിരയ്ക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. ആ സമയത്താണ് സഞ്ജയ് ഗാന്ധി ഇന്ത്യയിലെ ജനസംഖ്യ നിയന്ത്രിക്കുവാൻ വേണ്ടി നടപ്പിലാക്കിയ വന്ധ്യകരണ യജ്ഞം ആരംഭിച്ചത്.
ഓരോ സംസ്ഥാനങ്ങൾക്കും ജില്ലകൾക്കും വരെ ടാർഗറ്റ് സെറ്റ് ചെയ്താണ് ഈ യജ്ഞം ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, വില്ലേജ് ഓഫീസർമാർ, ടീച്ചർമാർ എന്നിവർക്കെല്ലാം ജനങ്ങളെ വന്ധ്യകരണ യജ്ഞത്തിൽ പങ്കെടുപ്പിക്കാനുള്ള ടാർഗറ്റ് നൽകി. ആ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രമോഷൻ തടഞ്ഞുവെക്കുക, ജോലിയിൽ നിന്നും പിരിച്ചുവിടുക തുടങ്ങിയ ശിക്ഷയുമുണ്ടായിരുന്നു. തൽഫലമായി ആയിരക്കണക്കിന് ആളുകളെയാണ് നിർബന്ധപൂർവം ആ വന്ധ്യകരണ യജ്ഞത്തിൽ പങ്കെടുപ്പിച്ചത്. ആളുകളെ പിടിച്ചു വലിച്ച് ക്ലിനിക്കുകളിലും ക്യാമ്പുകളിലും എത്തിച്ചായിരുന്നു ഉദ്യോഗസ്ഥർ ടാർഗറ്റ് തികച്ചിരുന്നത്. യാതൊരു സൗകര്യങ്ങളോ മുൻകരുതലുകളോ ഇല്ലാതെ നടത്തിയ ഈ വന്ധ്യകരണ യജ്ഞം മൂലം അനേകം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അണുബാധയും അതേ തുടർന്ന് മരണവും വരെ സംഭവിച്ചു. ഈ വന്ധ്യകരണ യജ്ഞം ആളുകളിൽ ഭയം ജനിപ്പിക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ ഒന്നിച്ച് താമസിക്കുവാൻ വരെ തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം നിരവധി പ്രതിഷേധങ്ങളും വന്ധ്യകരണ യജ്ഞത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 1 കോടി ആളുകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് വന്ധ്യകരണ യജ്ഞത്തിലൂടെ വന്ധീകരിച്ചത്. സഞ്ജയ് ഗാന്ധിയുടെ അത്ര പ്രശസ്തമല്ലാത്ത മറ്റൊരു വിവാദ യജ്ഞമായിരുന്നു ചേരി ഒഴിപ്പിക്കൽ യജ്ഞം. ഡൽഹി, ബോംബെ, ജയ്പൂർ തുടങ്ങിയ നിരവധി നഗരങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന അനധികൃത ചേരികളിലെ ജനങ്ങളെ അവിടെ നിന്നും ഒഴിപ്പിച്ച് നഗരത്തിന് പുറത്തു നിർമ്മിച്ച കോളനികളിൽ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അത്. എന്നാൽ പുനരധിവസിപ്പിക്കാനായി കണ്ടെത്തിയ കോളനികളിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പുനരധിവാസത്തിന് പ്രത്യേകിച്ച് പ്ലാനുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടെ അവിടെ താമസത്തിനെത്തിയ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി. അതുമായി ബന്ധപ്പെട്ട ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റിലെ ചേരി ഒഴിപ്പിക്കാൻ എത്തിയ ബുൾഡോസർ ജനങ്ങൾ തടയുകയും അതിനെ തുടർന്ന് പോലീസ് ജനങ്ങൾക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും 100-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനാകാതെ വന്നപ്പോൾ പോലീസ് ജനത്തിന് നേരെ വെടിവെക്കുകയും ആ വെടിവെപ്പിൽ 6 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ജനങ്ങൾക്ക് ഉപദ്രവകരമായ നീക്കങ്ങളും സഞ്ജയ് ഗാന്ധിയുടെ മേൽക്കോയ്മയും ജനങ്ങളുടെ ദേഷ്യവും നിരാശയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതോടെ അടിയന്തര അവസ്ഥയ്ക്കെതിരെ ജനം തിരിഞ്ഞു തുടങ്ങി. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ കത്തെഴുതിയും സത്യാഗ്രഹം നടത്തിയും ഒളിവിടങ്ങളിൽ പാർത്ത് അടിയന്തരാവസ്ഥ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ തേടിയും അങ്ങനെ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പൊതുജനങ്ങളും ശബ്ദമുയർത്തുവാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തെ കടുത്ത നിയമങ്ങൾ അതൊന്നും വളർന്നു പന്തലിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി കേന്ദ്ര സർക്കാരിനെ പിരിച്ചുവിടുകയും മാർച്ചിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അനിഷേധ്യമായ അധികാരം കയ്യിലുണ്ടായിരുന്ന ഇന്ദിര അത്തരം ഒരു തീരുമാനമെടുത്തത് പലരെയും ഞെട്ടിച്ചു എന്നതാണ് സത്യം. മകൻ സഞ്ജയ് ഗാന്ധിയുടെ എതിർപ്പ് പോലും വകവെക്കാതെ ഇന്ദിര എടുത്ത ആ തീരുമാനം ഇന്നും ചരിത്രകാരന്മാരെയും രാഷ്ട്രീയ വിദഗ്ധരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒന്നായി തുടരുന്നു. എങ്കിലും അതിന് കാരണമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അതിലൊന്നാമത്തേതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തനിക്ക് ജനപിന്തുണ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ താൻ എളുപ്പത്തിൽ വിജയിക്കും എന്ന ഇന്ദിരയുടെ ആത്മവിശ്വാസമാണ്. അടുത്തതായി സഞ്ജയ് ഗാന്ധി തന്റെ വർദ്ധിച്ചുവരുന്ന മേൽക്കോയ്മ ദുരുപയോഗം ചെയ്ത് രാജ്യം മുഴുവൻ കൈപ്പിടിയിലാക്കുമോ എന്നുള്ള ഇന്ദിരയുടെ ഭയം മൂലമാണ് ഇന്ദിര അത്തരം തീരുമാനമെടുത്തതെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഇന്ദിരയുടെ അഭിപ്രായം ഭരണഘടനാ വിരുദ്ധമായ വഴികളിലൂടെ സഞ്ചരിച്ച് സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിച്ച JP മുന്നേറ്റത്തെ തകർക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ നിന്നാണ് താൻ ആ തീരുമാനം സ്വീകരിച്ചതെന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ അടിയന്തരാവസ്ഥയിൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ തടവുകാരെ ജയിൽ മോചിതരാക്കുകയും ചെയ്തു. JPയുടെ അഭ്യർത്ഥന പ്രകാരം പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നുചേർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കുകയും 1976 മാർച്ച് 16 മുതൽ 20 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 295 സീറ്റുകൾ നേടി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വെറും 153 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. തോൽവി അംഗീകരിച്ച് ഇന്ദിര രാജിവെക്കുകയും അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി പിൻവലിക്കുകയും ചെയ്തു. മൊറാർജി ദേശായി ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതോടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇരുണ്ട ആ കാലഘട്ടത്തിന് അന്ത്യമായി. ജനാധിപത്യത്തിന്റെ പേരിൽ ജനാധിപത്യത്തെ ദുർബലമാക്കിയ പ്രവൃത്തികളുടെ ആകെത്തുകയായിരുന്നു 1975 അടിയന്തരാവസ്ഥ എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ താഴെയിറക്കാൻ JPയും പ്രതിപക്ഷവും ശ്രമിച്ചപ്പോൾ അവർക്ക് മുന്നിൽ അത് ജനാധിപത്യപരമായ രീതിയിൽ നേരിടാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. അവർക്ക് സുപ്രീം കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കാമായിരുന്നു. തനിക്കെതിരായ വിധി വന്നതിന് ശേഷവും ഇന്ദിര രാജിവെക്കുന്നില്ല എന്ന സാഹചര്യത്തിൽ പ്രതിഷേധ സമരം തികച്ചും ന്യായമായ ഒന്നായി മാറുമായിരുന്നു. അതല്ലെങ്കിൽ കുറച്ചു മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയെ നേരിട്ട് പരാജയപ്പെടുത്തുവാനുള്ള ജനാധിപത്യ രീതിയും അവർക്ക് മുന്നിലുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഇന്ദിരയുടെ മുന്നിലും ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷ നീക്കത്തെ നേരിടാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷം പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ തന്നെ ഗവൺമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇന്ദിരയ്ക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഇന്ദിര ചെയ്തിരുന്നുവെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പരിഹാരം അന്നുണ്ടായേനെ. ഇന്നും നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ ഓരോ ഇന്ത്യൻ പൗരനെയും ഓർമ്മിപ്പിക്കുക ജനാധിപത്യം എന്നത് എത്ര അമൂല്യമായ ഒന്നാണെന്നായിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ചുമതല നാം ഓരോരുത്തരുടേതുമാണ്.